എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മകരഭരണി ഏറെ വിശേഷങ്ങൾ നിറഞ്ഞൊരു ദിവസമാണ്. കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളുടെ വാതിലുകൾ തുറന്നു നൽകുന്ന മകരഭരണി ആരുടെയൊക്കെ ജീവിതങ്ങൾ മാറ്റിമറിക്കുന്നുവെന്നും ഇവരുടെ ജീവിതത്തിൽ ഇനി കുറച്ചു കാലം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. വീഡിയോ കാണും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം മകരഭരണി കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന്. കാരണം ഏറ്റവും ഭാഗ്യം വാരിക്കോരി ചൊരിയുന്ന നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും പറയേണ്ട നക്ഷത്ര ജാതകരെ കുറിച്ച് മാത്രമായിരിക്കും ഇതിലൂടെ പങ്കുവെക്കുക. നമുക്ക് ആദ്യം തന്നെ കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. അധികാര സ്ഥാനങ്ങളിൽ നിന്നും പലവിധ നേട്ടങ്ങളും ഈ മകരഭരണിക്ക് ശേഷം ഇവർക്ക് ലഭിച്ചു തുടങ്ങും. ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇനി അങ്ങോട്ട് കാലതാമസം ഉണ്ടാകില്ല. കുടുംബത്തിൽ ദമ്പതികൾ തമ്മിലുള്ളൊരു തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും സാധിക്കും. ചില രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട്. ജീവിതത്തിൽ ഇതുവരെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന കാര്യതടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. സാമ്പത്തികമായിട്ട് കുറച്ച് നേട്ടങ്ങളും ഇവരെ കാത്തിരിക്കുന്നുണ്ട്. ഇവരുടെ സന്താനങ്ങളെ കൊണ്ട് ഗുണപരമായിട്ടുള്ള ഫലങ്ങൾ കൂടുതലായിട്ട് ലഭിക്കും. സന്താനങ്ങളുടെ വിദേശയാത്ര എന്ന ആഗ്രഹം പൂവണിയുന്ന ദിവസമാണ് വരുന്നത്. ധനപുഷ്ടിയും ഉണ്ടാകും. നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. പലവിധ സന്തോഷ അനുഭവങ്ങളും ഉണ്ടാകും. വഴിയാത്രക്കിടയിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും. ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. തൊഴിൽ രംഗവും മെച്ചപ്പെടും. തൊഴിൽ രംഗത്ത് പണം കൂടുതൽ ചിലവഴിക്കേണ്ടതായിട്ട് വരും. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ഉദ്യോഗാർത്ഥികൾക്ക് വിദേശ ജോലിക്കായിട്ട് ശ്രമിക്കാനും നല്ല സമയമാണ്. കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി തിരുവാതിര പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവർക്കും ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം മകരഭരണിക്ക് ശേഷം കൂടുതലായിട്ട് ലഭിക്കുകയാണ്. ബന്ധുജനങ്ങളുടെ വിരോധമൊക്കെ കുറഞ്ഞ് അവരോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. സേവന പ്രവർത്തനങ്ങൾക്കും മറ്റും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. വീട്ടിൽ സ്വസ്ഥത വർദ്ധിക്കും. ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. അച്ഛനോ തത്തുല്യവർ ആയവർക്കോ രോഗ അരിഷ്ടിതകൾ നീങ്ങിക്കിട്ടും. ബുദ്ധിസാമർഥ്യം പ്രകടമാക്കാൻ സാധിക്കും. പൊതുവെ കലഹസ്വഭാവം കാണിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇതിൽ നിന്ന് ഒരു മാറ്റം പ്രതീക്ഷിക്കാം. ആഭരണങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും സാഹചര്യം അനുകൂലമായിട്ട് വരുന്നുണ്ട്. ഉദരവ്യാധിക്ക് പ്രത്യേകം ചികിത്സകൾ ആവശ്യമായിട്ട് വരും. ചില സാഹചര്യങ്ങളിൽ കൂടുതൽ കാൽനട യാത്ര വേണ്ടിവരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. ചഞ്ചലമനസ്കരാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നിലും ഉറച്ച തീരുമാനമെടുക്കാനും സാധിക്കുകയില്ല. കമിതാക്കളുടെ ആഗ്രഹം സഫലമാകുന്നതിനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ചെത്തിപ്പൂമാല ചാർത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പൂയം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വീട്ടിൽ സ്വസ്ഥത വർദ്ധിക്കും. പുതിയ ഗൃഹനിർമ്മാണത്തിനായിട്ട് ശ്രമിക്കാം. സഹോദര ബന്ധങ്ങൾ മോശമാകാതെ ശ്രദ്ധിക്കണം. പലവിധ സുഖ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. മക്കളുടെ ആരോഗ്യസ്ഥിതിയിൽ ഇനി ആശങ്ക വേണ്ട.
കാര്യസാധ്യങ്ങളും ഉണ്ടാകും. പലവിധ ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. കലഹവാസന കുറഞ്ഞു തുടങ്ങും. ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനാക്കാൻ സാധിക്കും. വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാൻ അവസരം ഉണ്ടാകും. വളരെ കാലമായി അകന്നു കഴിയുന്ന സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. നാൽക്കാലി വളർത്തൽ ലാഭകരമാകും. തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം മെച്ചപ്പെടും. ദൂരയാത്രകൾ വേണ്ടിവരും. യാത്രകൾ വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട്. ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് ഈ നക്ഷത്ര ജാതകരെയും കാത്തിരിക്കുന്നത്. ഇനി നോക്കാം നമുക്ക് ചിങ്ങക്കൂറിലെ നക്ഷത്ര ജാതകരെ കുറിച്ച്. ഇവർക്കും മകരഭരണി വളരെ അനുകൂലമാകുന്നുണ്ട്. ചിങ്ങക്കൂറിൽ പിറന്ന പൂരം നക്ഷത്ര ജാതകർക്ക് സാഹചര്യങ്ങൾ വളരെ അനുകൂലമാകുകയാണ്. മകരഭരണിക്ക് ശേഷം കുറച്ച് ധനനേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുന്നു. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാം. വീട്ടിലെ കലഹ അന്തരീക്ഷം കുറഞ്ഞു തുടങ്ങും. മനസ്വസ്ഥത കൂടുതലായിട്ട് ലഭിക്കും. ദാമ്പത്യ ബന്ധത്തിലെ സ്വരച്ചേർച്ചകൾ മാറിത്തുടങ്ങും. മനോദുഃഖങ്ങൾ കൂടുതലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൂരയാത്രകൾ വേണ്ടിവരും. അലച്ചിലും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും മന്ദത അനുഭവപ്പെടുമെങ്കിലും അപ്രതീക്ഷിതമായ ചില കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ബന്ധുക്കൾ അകന്നു പോകുന്നതിൻ്റെ വിഷമം കഠിനമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാതരോഗങ്ങൾ, പ്രമേഹം ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കൾക്ക് സുഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. അതുപോലെ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കും. വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്കുള്ള താമസം നീങ്ങിക്കിട്ടും. ബാങ്ക് ലോൺ തുടങ്ങിയവയ്ക്കുള്ള കാലതാമസങ്ങളും മാറും. കർമ്മമണ്ഡലം മെച്ചപ്പെടുകയും ചെയ്യും. തൊഴിൽ സ്ഥലത്ത് കലഹം, അഗ്നിബാധ ഇവ പ്രതീക്ഷിച്ചു വേണം മുന്നോട്ടു പോകാൻ. ഗൃഹ ഉപകരണങ്ങൾ കേടുപറ്റിയവർക്ക് മാറ്റി വാങ്ങാനും അവസരം ലഭിക്കും. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കന്നിക്കൂറിൽ പിറന്ന ചിത്തിര നക്ഷത്ര ജാതകർ 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ചും അത്തം നക്ഷത്രക്കാരെ കുറിച്ചും ഒന്ന് നോക്കാം. മകരഭരണിക്ക് ശേഷം ഈ 2 നക്ഷത്രക്കാരെയും വലിയ രീതിയിലുള്ള ധനനേട്ടങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. കിട്ടാനുള്ള പണം താമസം കൂടാതെ കൈവശം വന്നു ചേരും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. മക്കളെ കൊണ്ടുള്ള ആദികൾ കുറഞ്ഞു തുടങ്ങും. കുറേയൊക്കെ കാര്യസാധ്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. തർക്കവിഷയങ്ങളിൽ വിജയം വരിക്കാൻ സാധിക്കും. ആദരവും അംഗീകാരവും ലഭിക്കും. വലിയ ദുഃഖ അനുഭവങ്ങൾ വിട്ടൊഴിയും. കൂടുതൽ യാത്രകൾ വേണ്ടിവരും. ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. സുഖ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. അവിചാരിതമായി ധനം വന്നു ചേരും. തലവേദന, ചെവിവേദന, കാല്, പാദങ്ങൾ വിണ്ടുകീറുക ഇവയ്ക്കൊരു പരിഹാരം ലഭിക്കും. ശരീരക്ഷീണവും കണ്ണുകൾക്ക് കാഴ്ചക്കുറവും ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. തൊഴിൽ രംഗം മെച്ചപ്പെടും. തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനവും വർദ്ധിക്കും. കൂടുതൽ പണം മുടക്കിയാൽ കൂടുതൽ ലാഭം കൊയ്യാനും സാധിക്കും. ദോഷപരിഹാരാർത്ഥം സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾ പൊടി ചാർത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നോക്കാം ചിത്തിര നക്ഷത്ര ജാതകരും 3, 4 പാദത്തിൽ പിറന്നവരും ചോതി നക്ഷത്രക്കാർ 1, 2 പാദത്തിൽ പിറന്നവരെ കുറിച്ചും. ധനാഗമങ്ങളും പലവിധ ഐശ്വര്യ അനുഭവങ്ങളും മകരഭരണി മുതൽ ഒരാഴ്ച കാലം പ്രതീക്ഷിക്കാം. വീട്ടിൽ സ്വസ്ഥമായ അന്തരീക്ഷം സംജാതമാകും. മനസ്സിലെ ദുശ്ചിന്തകൾ കുറഞ്ഞു തുടങ്ങും. സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അധികാരസ്ഥാനങ്ങളിൽ നിന്ന് പലവിധ നേട്ടങ്ങളും ഉണ്ടാകും. വാക്കുദോഷം കൊണ്ട് ശത്രുക്കളുടെ എണ്ണം കൂട്ടാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. സുഗന്ധദ്രവ്യങ്ങൾ, പുതിയ വസ്ത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ തുടങ്ങിയവ ലഭിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗം സമ്മിശ്രമായിരിക്കും. മക്കളെ കൊണ്ടുള്ള മനോവിചാരവും കുറഞ്ഞു തുടങ്ങും.
മക്കൾക്ക് ദൂരസ്ഥലങ്ങളിൽ ജോലി കിട്ടാനും സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ദുർഗാദേവി ക്ഷേത്രത്തിൽ വനദുർഗ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. പ്രിയ പ്രേക്ഷകരെ, വീഡിയോ കണ്ടതിന് ശേഷം വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.